അതിരപ്പള്ളി ഇന്നലെ കണ്ടത് അത്ര സാധാരണമല്ലാത്ത ഒരു ഓപ്പറേഷനായിരുന്നു ഇന്നലെ നമ്മളൊക്കെ ആതിരപ്പള്ളിയിൽ കണ്ടത്. അതിനിടെ വളരെ ഹൃദയപൂർവമായ ചില നിമിഷങ്ങൾ കണ്ടു. അതിനൊക്കെ ഒടുവിൽ അതിരപ്പള്ളിയിൽ നിന്ന് പിടികൂടി കോടനാട്ടെത്തിച്ച ആനയുടെ ആരോഗ്യനിലയിൽ പക്ഷേ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് ഇന്ന് രാവിലെ വരുന്ന വാർത്ത. ആന സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ 30% മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. പക്ഷേ ആശ്വാസം എന്ന് പറയട്ടെ, ആന തീറ്റയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. 1.5 മാസത്തോളം ചികിത്സ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആനയുടെ മുറിവ് പരിശോധിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറയുകയുണ്ടായി, വളരെ ആഴത്തിലുള്ള മുറിവാണ്, സാരമായ മുറിവാണ്, അത് ഉണങ്ങിക്കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നൊരു സൂചന ഇന്നലെ ഡോക്ടർമാർ നൽകിയിരുന്നു. മയക്കത്തിലായിരുന്നു അപ്പോഴും ആന ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും എന്തൊക്കെ അപ്ഡേറ്റ് ആണ് ആനയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച്, അത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഡോക്ടർമാർ പറയുന്നത്? ശ്രീജ, ആന ഇപ്പോഴും ശാന്തനായി തന്നെയാണ് കൂട്ടിൽ തുടരുന്നത്. തീറ്റ എടുത്തു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു ശുഭ സൂചനയായി തന്നെ ഡോക്ടർമാരും പറയുന്നുണ്ട്. പക്ഷെ 30% മാത്രമാണ് ഒരു സാധ്യത എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയും വളരെ വിരളമാണ്. ആരോഗ്യനില അതുപോലെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇന്നലെ എത്തിച്ച സമയത്ത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. 1.5 മാസത്തോളം ചികിത്സ വേണമെന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ ആഴത്തിലുള്ള മുറിവാണ് ഈ നെറ്റിയുടെ ഭാഗത്തായി കാണുന്നത്. ആഴത്തിലുള്ള മുറിവാണ് അത്. എത്രയും വേഗം അത് മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരാശ്വാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ മയക്കമൊക്കെ വിട്ടുവെങ്കിലും ശാന്തനായി തന്നെയാണ് ഇപ്പോഴും കൂട്ടിൽ തുടരുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് വീണ്ടും അവിടെ എത്തി ആനയെ വിശദമായി ഒന്നുകൂടി പരിശോധിക്കും. ഈ ആഹാരം കൊടുക്കുന്നത്, ഈ പട്ട അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിലൊക്കെ പയ്യെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു സന്തോഷമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ എങ്കിൽ പോലും ഈ ആഴത്തിലുള്ള മുറിവാണ് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. 30% ഡോക്ടർമാർ പറയുന്നതെങ്കിലും കൃത്യമായിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സ തന്നെ ഉറപ്പിക്കാമെന്ന് കൂടി ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച, അതിരപ്പള്ളിയിൽ കണ്ട കാഴ്ചകളൊക്കെ വളരെ ഈ മയക്കുവടിയേറ്റ ആനയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തിയ ആനയൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ വളരെ ഹൃദയഭേദകമായി തന്നെ നമുക്ക് തോന്നുകയും ചെയ്തു. ഒരു സൗഹൃദം എന്നൊക്കെ നമ്മൾ അതിനെ ഉപമിക്കുന്ന ഒരു തരത്തിലായിരുന്നു ആ സമയത്ത് അവിടെ കണ്ട കാഴ്ചകളൊക്കെ. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് ഈ ആനയെ പിടികൂടുകയും പിന്നീട് കോടനാട് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ആനയെ എത്രയും വേഗം ഈ ചികിത്സ ഉറപ്പാക്കി, നല്ലൊരു ചികിത്സ ഉറപ്പാക്കി അതിന്റെ മുറിവൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും വനവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള വെല്ലുവിളി. പക്ഷെ ശാന്തനായി തുടരുന്നത് ചികിത്സയൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ കഴിയുമെന്നൊരു വിശ്വാസത്തിൽ കൂടിയാണ്. അത് ഈ മയക്കം വിട്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണോ ശാന്തനായി നിൽക്കുന്നത്, അതോ ഇനി ചികിത്സ തുടരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആന കാണിക്കുമോ എന്നതൊന്നും നമുക്ക് വരും മണിക്കൂറിലെ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും രാവിലെ തന്നെ ഡോക്ടർ അവിടെ എത്തി ആനയെ വിശദമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ചികിത്സകൾ തുടരുക എന്നുകൂടിയാണ് വനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കോടനാട് അഭയാരണ്യത്തിലാണ് ഇന്നലെ അതിരപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ ആനയുള്ളത്. ഇപ്പോൾ അവിടെ ചികിത്സ തുടരുകയാണ്. പക്ഷേ ആനയുടെ ആരോഗ്യനിലയിൽ വളരെ ആശങ്കകളുണ്ട്. 30% സാധ്യത മാത്രമേ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരാനുള്ളൂ എന്നതാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. നവമി, ഇന്നലെ ഡോക്ടർ തന്നെ പറയുണ്ടായി, ഇത് കാട്ടിൽ വളരെ സാധാരണമാണ്. ഈ 2 ആനകൾ തമ്മിലുള്ള ഒരു പോര്, അതിനൊടുവിൽ ഒരു ആനയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നതൊക്കെ ഒരു പ്രകൃതിയുടെ സന്തുലനത്തിന് വേണ്ടിയുള്ള ഒരു പോളിസിയാണ് എന്നൊക്കെ പറയുണ്ടായി. പക്ഷേ ഈ ആനയെ സംബന്ധിച്ച് ഇത് നമ്മുടെയൊക്കെ ഒരു ദൃശ്യ വലയത്തിൽ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുറിവുണ്ടായിരുന്നു, അത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അതിനോടൊരു വലിയ സഹതാപവും ഒക്കെ തോന്നുന്നത്. സാധാരണ കാട്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ആദ്യഘട്ടത്തിലെ ചികിത്സ കൃത്യമായി ഫലിക്കാതെ വരികയും പുഴുണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ വളരെ ശരിയായിരുന്നു, അങ്ങനെ തന്നെയായിരുന്നു കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്ന് തന്നെയാണോ ഡോക്ടർമാർ പറയുന്നത്?
ഇന്നലെ തന്നെ ഡോക്ടർമാർ അത് വ്യക്തമാക്കിയതാണ്. കാരണം ആദ്യഘട്ടം ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിൽ നമുക്ക് ചികിത്സ കൊടുക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൂടി തന്നെയാണ്. ഈ ആതിരപ്പള്ളി ജനവാസ മേഖലയിലൊക്കെ ഇത് കടന്നു വരികയും തീറ്റ തേടി വരികയും ഒക്കെ ചെയ്തപ്പോഴാണ് ഈ മുറിവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പിന്നീട് ന്യൂസ് 18 അടക്കം അത് വാർത്ത കൊടുക്കുകയും ചെയ്തിരുന്നത്. ഡോക്ടർമാർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരൊരു ചികിത്സ കൊടുത്തുവെങ്കിൽ പോലും അത് ഒരു ഫലപ്രദമായില്ല. കാരണം അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ആ മരുന്നുകളൊക്കെ എത്രമാത്രം അതിന് ഫലപ്രദമാകുമെന്ന് വളരെ ഏറെ സംശയമുണ്ട്. അത് ആ മുറിവ് ആഴത്തിൽ കൂടി വരുന്നു, അല്ലെങ്കിൽ ആ മുറിവിന്റെ വ്യാപ്തി കൂടി വരുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഡോക്ടർമാർ പിന്നീട് ഈ ആനയെ പിടികൂടി കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ 2-3 ദിവസമായി അതിനെ നിരീക്ഷിക്കുകയായിരുന്നു. ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ആനയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനെ പിടികൂടുക, അവർക്കൊപ്പം ആരൊക്കെയുണ്ട്, ഒരു കൂട്ടമായി വരികയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയാണ് ഇതിനെ ഒന്ന് കൂട്ടിലേക്ക് കയറ്റുക അല്ലെങ്കിൽ മയക്കുവടി വെക്കുക എന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു വിലയിരുത്തലും ചർച്ചകളും ആലോചനകളും ഒക്കെ നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇന്നലെ രാവിലെ ഈ ആനയെ മയക്കുവടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒത്തുവരികയും അതിനുശേഷം അത് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരികയും കുങ്കിയാനകളെ ഒക്കെ ഇറക്കിയാണ് ഈ ആനയെ ലോറിയിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ആനയുടെ മുറിവ് അത് ആഴത്തിലുള്ളതാണെന്ന് അന്ന് തന്നെ ഈ കണ്ട ഉടനെ തന്നെ ഡോക്ടർമാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇനി അതിന് ഏത് വിധത്തിലുള്ള ചികിത്സ നൽകണം, എത്രമാത്രം അത് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട്, എത്ര മാസം ഈ ഒരു ചികിത്സ തുടരണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചകൾക്കൊടുവിൽ തീരുമാനിക്കുകയും ആ ആനയെ പിടികൂടി തന്നെ അല്ലെങ്കിൽ ആനയെ കൃത്യമായി കൂട്ടിലടച്ച് തന്നെ ഇതിനൊരു ചികിത്സ ഉറപ്പാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം എത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആനയെ പിടികൂടി ഇന്നലെ 11 മണിയോടുകൂടി തന്നെ കോടനാട് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അപ്പോഴും ആനയുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത അതൊരു 30% എത്തി നിൽക്കുന്നത്. ഈ ഡോക്ടർമാർ പറയുന്നത് ഈ കാട്ടിലുള്ള ആനകൾക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ചരിഞ്ഞു പോകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ആനയ്ക്ക് എത്രയും വേഗം അതിന്റെ ഒരു മുറിവ് ഉണക്കിക്കൊടുത്ത് അല്ലെങ്കിൽ അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നതിലേക്ക് നിന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ആനയുടെ നെറ്റിയുടെ ഭാഗത്തായിട്ടുള്ള വലിയ ഒരു കുഴി രൂപത്തിൽ അത് ആ ഒരു വ്രണം ആയിട്ടുണ്ട്, അത് പുഴുവരിച്ച നിലയിലൊക്കെയാണ്. എന്തായാലും എത്രയും വേഗം ആനയെ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഡോക്ടർമാർ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെയൊക്കെ ഉടനീളം അവിടെ കോടനാട് എത്തിച്ചതിന് ശേഷവും ഡോക്ടർമാരുടെ ഒരു നിരീക്ഷണം 24 മണിക്കൂറും തുടരുന്നുണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ആനയുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ആന ആഹാരം എടുക്കുന്നു, തീറ്റ എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ശുഭസൂചകമായി തന്നെ ഡോക്ടർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇന്ന് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചിട്ട് ഏത് തരത്തിലുള്ള ചികിത്സ നൽകാം എന്നതായിരിക്കും ആദ്യമായി നടക്കുക. മുറിവുണക്കുക എന്നതോടൊപ്പം തന്നെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെയും എത്രയും വേഗം പുറത്ത് ഇറക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സ തന്നെയാണ് തുടരുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആതിരപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കോടനാട് അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചികിത്സയിലുള്ള ആനയുടെ ആരോഗ്യനിലയിൽ ഇപ്പോഴും ആശങ്ക തുടരുകയാണ്.